നമസ്കാരം. നമഃശിവായ. ഞാൻ കെ നമ്പൂതിരിയാണ്. അഷ്ടമൂർത്തി സിദ്ധജ്യോതിഷം ക്ഷേത്രാചാര്യനാണ്. എന്നോട് ചിലർ ചോദിച്ച ചോദ്യം, എന്തിനാണ് ശിവപൂജ ചെയ്യുന്നത്? ആത്യന്തികമായിട്ട് പറഞ്ഞ സന്തോഷം കിട്ടാൻ തന്നെയാണ്. നമുക്ക് എല്ലാത്തിൽ നിന്നും മനസ്സമാധാനം, സന്തോഷമാണ് ശിവപൂജയിൽ നമ്മൾ ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അതുതന്നെയാണ്. നമ്മുടെ പഞ്ചശരീരം ഇത് വരുന്നുണ്ട്. നമ്മുടെ ഫിസിക്കൽ ബോഡി, എനർജി ബോഡി, മെൻ്റൽ ബോഡി, നോളേജ് ബോഡി, ജിസം ബോഡി, ജിസ് ബോഡി എന്നും പറയും ചില കേട്ടോ. ഓരോരുത്തരോരോ പേരിലാണ് പറയണത്. നമ്മളിപ്പോൾ ശരീരമല്ലാത്ത എന്തുണ്ടെങ്കിലും അത് മാനസികമെന്നൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ പൂജാ കാര്യങ്ങളൊക്കെ നമ്മൾ ശരീരം കൊണ്ട് അറിയുകയും മനസ്സുകൊണ്ട് അറിയുകയും വേണമെന്നാണ് പറയാം. ചിലതൊക്കെ നമ്മുടെ ശരീരത്തിൽ അനുഭവം വരുമ്പോഴേ നമ്മൾ പഠിക്കുള്ളൂ. ചിലത് നമുക്ക് മാനസികമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമുക്കൊരു പ്രേതത്തെ കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ദേവതയോട് സംസാരിക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളെന്ത് പറയും, മറ്റുള്ളവർ എല്ലാവരും എന്ത് പറയും, കിട്ടാത്തവർക്ക് അതൊക്കെ പറയും അതൊക്കെ സത്യമില്ല എന്ന് പറയും. കാരണം അതൊരു തലത്തിലേക്ക് ഉയരാൻ പറ്റാത്തതാണ് അതിൻ്റെ പ്രശ്നം. ആ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അത് അവർക്ക് സാധ്യമാണ്. പക്ഷെ അതിനെ മെനക്കെടാതെ അവർ പറയും ഇതൊക്കെ വിവരക്കേടാണ്. കാരണം അവരത് ഉയരാൻ മെനക്കെട്ടിട്ടുമില്ല, ഇനി മെനക്കെടാൻ തയ്യാറുമല്ല എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇപ്പം നമ്മളെന്താ പറയുക, നമ്മുടെ ശരീരത്തിലുള്ളതാണ് കുണ്ടലിനി ശക്തി. ആ കുണ്ടലിനി ശക്തി ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കപ്പെട്ടാൽ മാനസികമായിട്ട് എന്തുണ്ടാവും, നമുക്ക് പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലുണ്ടാവും. എല്ലാ ഊർജ്ജങ്ങളെയും നമ്മൾ വൈബ്രേഷനായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ വൈബ്രേഷൻ അഥവാ മാഗ്നറ്റിക് എനർജി അത് ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്ഥലമാണ് ക്ഷേത്രവിഗ്രഹങ്ങൾ. അതിൻ്റെ ഏറ്റവും ഉദാത്ത ഭാവമാണ് എന്താണ്, ആറ്റോമിക് റിയാക്ടർ പോലെ കാണുന്ന, അല്ലെങ്കിൽ ശിവലിംഗത്തിൻ്റെ രൂപമാണ് ആറ്റോമിക് റിയാക്ടറുകൾക്ക് കൊടുത്തിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ഊർജ്ജം സ്വീകരിച്ചു വയ്ക്കാൻ കഴിവുള്ളത് ശിവലിംഗങ്ങൾക്കാണ് എന്ന് പറയുന്നുണ്ട്. ആ രൂപത്തിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഊർജ്ജം സ്വീകരിച്ചു വയ്ക്കുന്ന അതിനെ പ്രത്യേക രൂപത്തിൽ നമ്മൾ പൂജകളെ മന്ത്രങ്ങളെ കൊണ്ടും അതിൻ്റെ ഒരു മാഗ്നറ്റിക്കൽ ഫീഡ് ഉണ്ടാക്കി സംരക്ഷിച്ചു വയ്ക്കുന്നു. നമുക്ക് റിയാക്ടറുകളൊക്കെ തണുപ്പിച്ച് സൂക്ഷിക്കുന്ന പോലെ ശിവലിംഗത്തിൽ നമ്മൾ തണുപ്പിച്ച് സൂക്ഷിക്കുന്നത്, അഭിഷേകാദി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ചിലർ പകുതി ചെയ്തു വയ്ക്കും, അല്ലെങ്കിൽ തോന്നിയ രീതിയിൽ ചെയ്യും. അப்புறம் എന്താ, ഈ നല്ല ഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ നല്ല കഴിവുള്ള സന്യാസിമാർക്ക് ആക്റ്റീവ് ആവുന്ന ചക്ര, അല്ലെങ്കിൽ നല്ല ജ്യോതിഷികൾക്ക്, നല്ല പൂജാരിമാർക്ക് ആക്റ്റീവ് ആവുന്ന ചക്ര ഇവർക്ക് കറക്റ്റ് തിരിയുന്നതിന് പകരം റിവേഴ്സ് തിരിഞ്ഞു തുടങ്ങും, റിവേഴ്സ് ആക്റ്റീവ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും, അവരുടെ ബ്രെയിൻ്റെ വർക്ക് ചേഞ്ച് ആവും, ഡിഫറെൻ്റ് ആവും. അവർ കാണുന്നത്, പ്രവർത്തിക്കുന്നതൊക്കെ ഒരു മാനസിക വിഭ്രാന്തി പോലെ അവർ അനുഭവിക്കും. അതായത് ഇപ്പം എന്താ പറയുക, എന്നെ ആരോ നിയന്ത്രിക്കുകയാണ്, എന്നെ ആരോ ഒന്ന് പറയുകയാണ്, എന്നോട് ആരോ ചെയ്യാൻ പറയുകയാണ്, എന്നെ ആരോ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള റിവേഴ്സായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അനുഭവത്തിൽ വരും. ഈശ്വര ചിന്തയിൽ കൂടി പോസിറ്റീവ് ചക്ര ആക്റ്റീവായി കിട്ടുന്ന ആ ശിവദർശനം മറ്റുള്ള കാര്യങ്ങൾക്ക് പകരം ഇവിടെ റിവേഴ്സായിട്ടുള്ളത് കിട്ടും. അതും ഇതിൻ്റെ ഭാഗമാണ്. അപ്പം ഞാനീ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചശരീരങ്ങളും പഞ്ചപ്രാണനുകളും പഞ്ചേന്ദ്രിയങ്ങളും പൂർണ്ണമായി പ്രവർത്തിപ്പിക്കപ്പെടണം. അതിന് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഇതിനൊക്കെ പലരുടെ ഉള്ളിലും തിരിഞ്ഞു പോകാൻ ഏറ്റവും കഴിവുള്ള സ്ട്രെസ് ഇതാണ്. ഭയങ്കരമായിട്ട് അവർ സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവും, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ദുഃഖമുള്ളിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അടിച്ച് കയറ്റുന്നത് ഒന്നും ശരിയായി കൊള്ളുന്നില്ല. ചില പഴയ ആളുകൾ ഇതിനെ ബാധ എന്ന് പറയും. ആ ബാധയെ എന്ത് ചെയ്യും, ചിലർ മാന്ത്രികം കൊണ്ട് ഒരു പോസിറ്റീവ് എനർജി എൻ്റർ ചെയ്ത് കൊടുക്കും അതിലേക്ക്. ചരട് വഴിയോ പൂജകൾ വഴിയോ ഒരു മാഗ്നറ്റിക്കൽ പോസിറ്റീവ് എനർജി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണോ, പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും അതിൻ്റെ ഉള്ളിൽ. ആ പോസിറ്റീവ് തോട്ടുകൾ ഈ ചക്രയുടെ പ്രവർത്തനങ്ങളെ റിവേഴ്സ് ചെയ്യും. നെഗറ്റീവായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്ര പോസിറ്റീവായിട്ട് തിരിഞ്ഞു തുടങ്ങും. അപ്പോൾ നമുക്ക് കാണാം പല ബാധകളും വിട്ടുപോയതായിട്ട് ഫീൽ ചെയ്യും, പല ദുരിതങ്ങളും മാറിപ്പോയതായിട്ട് ഫീൽ ചെയ്യും. അതാണ് പൂജകളെ കൊണ്ടുള്ള ഗുണം. നമ്മുടെ എനർജി ലെവലുകളെ വ്യത്യാസപ്പെടുത്തുന്നു. ഈ എനർജി ലെവലുകളുടെ തരംഗങ്ങൾ അഥവാ എന്താ പറയുക, എനർജി ഫ്രീക്വൻസികളാണ് ഓരോ മൂർത്തികളും വരുന്നത്. ഓരോ മൂർത്തിക്കും ഓരോ ഫ്രീക്വൻസികളാണ്. നമ്മുടെ റേഡിയോ തരംഗങ്ങൾ പറയുന്ന പോലെ ഒരു ചാനലിൻ്റെ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ മറ്റൊരു ചാനലിൽ വേറെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് പോലെ അതാണ് നല്ലോട്ടവനർത്ഥം. ഇനി അത് ചോദിച്ച് കളിയാക്കാൻ വരരുത്. അതുപോലെ ഒരു ദേവതാ സങ്കല്പത്തിനും ഓരോ മന്ത്രങ്ങളാണ്, ഓരോ ഫ്രീക്വൻസികളാണ് അവരുടെ എനർജി ലെവലിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഫ്രീക്വൻസി ലെവലിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ ജപിക്കുന്നുവോ ആ ഫ്രീക്വൻസി അവിടെ വരും. ആ ഫ്രീക്വൻസിയുടെ ഒരു പ്രഭാവം നമ്മുടെ ഔറയിലേക്ക് എൻ്റർ ചെയ്യപ്പെടും.
അപ്പോൾ നമ്മളത് കൃത്യമായിട്ടും ഭംഗിയായിട്ട് പ്രവർത്തിക്കപ്പെടും. അതിൽ ഏറ്റവും ശക്തവും ശുദ്ധവുമായതാണ് ശിവലിംഗോപാസന. ശിവനെ പൂജിക്കുന്ന ആ എനർജിയെ പൂജിക്കുമ്പോൾ നമുക്ക് കാണുന്നൊരു അനുഭവമാണ് എന്താണ്, മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുക, കളിയാക്കുക. എന്തിനേറെ പറയുന്നു, നമ്മളിൽ നെഗറ്റീവ് വന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രമൊക്കെ കുറ്റം പറയും, ശിവനെ കുറ്റം പറയും, അതിന് ബന്ധപ്പെട്ടവരെ കുറ്റം പറയും. എന്താണെന്ന് വെച്ചാൽ ആ പോസിറ്റീവ് എനർജി നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവാതിരിക്കാനുള്ള നെഗറ്റീവ് തോട്ടുകൾ നമ്മുടെ ബോഡിയിൽ നിന്ന് പോകണം. പക്ഷേ ശിവചൈതന്യം ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നെഗറ്റീവ് തോട്ടുകൾ പോവും. പക്ഷേ ആ നെഗറ്റീവ് തോട്ട് പോകുന്നതിന് മുമ്പ് എന്ത് ശ്രമിക്കും, പരമാവധി പോസിറ്റീവ് തോട്ടുകൾ എൻ്റർ ആവാതിരിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഒരാളോ രണ്ടാളോ മതി കുറ്റങ്ങൾ പറഞ്ഞ് പരത്തി നടക്കാൻ. നല്ലത് പറയാൻ 1000 പേരുണ്ടായാലും നമ്മൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞെന്നുള്ളത് നമ്മുടെ ഉള്ളധികവും നെഗറ്റീവ് തോട്ട്സുകൾ ഉള്ളത് കൊണ്ടാണ്. ആ നെഗറ്റീവ് തോട്ട്സുകളെ കളഞ്ഞ് നമ്മൾ പോസിറ്റീവിലേക്ക് എൻ്റർ ചെയ്താൽ നമുക്കും ഈശ്വരാധീനം നല്ലോണം അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും മഹാദേവൻ്റെ സത്കൃപ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പോസിറ്റീവ് നെഗറ്റീവിൻ്റെ ചെറിയൊരു ഇത് തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വിവരങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. നന്ദി, നമസ്കാരം. പൂർണ്ണമായിട്ട് വശ്യം, മാരണം, സ്തംഭനം എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതും മഹാദേവൻ്റെ ഈ എനർജി ലെവലിൻ്റെ വ്യത്യാസങ്ങളെ വെച്ചിട്ട് തന്നെയാണ് നല്ല മാന്ത്രികർ ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ വൈബ്രേഷൻ്റെ പല വേരിയൻറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. മുമ്പ് ഒരാൾ പറഞ്ഞ ഒരു പ്രേതത്തിനും ഒരു എനർജി വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ച് നമ്മൾ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് മറ്റൊരാവശ്യത്തിനായിട്ട് പറഞ്ഞു വിട്ടാൽ അത് നടത്തിയെടുക്കും. അതാണ് കാര്യസാധ്യങ്ങളുണ്ടാകും. അതിനാണ് അതിൻ്റേതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ശരി, എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ.